Operation Theatre. Hello, good morning. Good morning. Good morning, Miss. Morning. Good morning, Miss. Good morning, ma'am. So happy to see you. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആതിര. നിങ്ങളുടെ സ്റ്റുഡൻറ് ആവട്ടെ. ഗുഡ് മോർണിംഗ്. നമുക്ക് പോർഷൻ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മള് ചാപ്റ്റർ 14 ആണ് തുടങ്ങുന്നത്. ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്റർ ചാപ്റ്റർ 14. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിച്ചേ, പെട്ടെന്ന് ഒന്ന് വായിച്ചെടുത്തേ. വായിച്ചോ? ചെറിയൊരു പാരഗ്രാഫ് അല്ലേ?
ഓക്കെ, വായിച്ചില്ലെങ്കിലേ ഓക്കെ. അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് മനസ്സിൽ വരുന്നത്? പെട്ടെന്ന് എന്ത് തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നു? എന്ത് തരത്തിലുള്ള ഫീലിംഗ് ആണ് തോന്നുന്നത്? ഹാപ്പിനെസ് ആണോ തോന്നുന്നത്? ഡെലിവറിയോ? സാഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് എന്താണ് ഉള്ളിൽ ഒരു ഭയമാണ് വരുന്നത് അല്ലെ? പെട്ടെന്ന് ഒരു ആർക്കാണെങ്കിൽ പെട്ടെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ ആർക്കാണ് പെട്ടെന്ന് സന്തോഷം വരുന്നത്? എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയാലോ. എന്താണ് ദൈവത്തിൽ ഏറ്റവും കൂടുതൽ കൈകള് പതിയുന്ന ഒരു പ്ലേസ് ആണ് അവിടെ അല്ലെ? ഓപ്പറേഷൻ തിയേറ്റർ. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എന്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്, പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ജസ്റ്റ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ലേ? എത്ര പേര് കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ? ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവാം. ഒരു ടെൻഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ അത്. ഹോസ്പിറ്റലിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഹോസ്പിറ്റലിനകത്ത് പോയാൽ തന്നെ അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ എന്താണ് നമുക്കൊരു ഭയമാണ്. പേര് കാണുമ്പോൾ തന്നെ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്നുള്ളൊരു ആർക്കാണെങ്കിൽ എല്ലാവരും എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി ധൈര്യമുള്ളവരുണ്ടായിരിക്കും കേട്ടോ, നമുക്കറിയില്ല. എങ്കിലും ഭൂരിഭാഗം നോക്കിയാണ് ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു റൂമിനെ കുറിച്ച് കാണുമ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് പേടിയുള്ള ഒരു ഏരിയയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണ്, എന്താണ് എക്യുപ്മെന്റ്സ് അവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു, ആരെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവുക, എന്തെല്ലാം പോളിസീസ് ആണ് അവിടെ, ഏതെല്ലാം ഏരിയാസ് ആണ്, അങ്ങനെ മൊത്തം ഓപ്പറേഷൻ തിയേറ്ററിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചിരുന്നാൽ മതി. എത്ര വലിയ കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഏരിയാസുകൾ എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ കുട്ടികളെ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഭാഗം നോക്കാം. An operation theatre is a place where certain intrusive surgical procedures, which means operation that involve cutting into and working inside a patient's body, take place. This may contain either minimally invasive procedures such as keyhole surgery, when cameras and laparoscope are inserted through small incisions, or open surgery where surgeons make larger cuts to reach the internal organs. Robot-assisted surgery allows surgeons to perform certain procedures through small incisions. Operation theatre is otherwise known as OR, operating rooms. അപ്പൊ എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? An operation theatre is a place where certain intrusive surgical procedures. എന്താണ് intrusive surgical procedures എന്ന് പറഞ്ഞാൽ? Intrusive എന്ന് പറഞ്ഞാൽ എന്താണ്? Which means operations that involve cutting into and working inside a patient body take place. അതായത് ഒരു പേഷ്യന്റിന്റെ ശരീരത്തെ മുറിച്ച് അതിനകത്തുള്ള പ്രവർത്തനങ്ങൾ അല്ലെ, അതിനകത്തുള്ള കാര്യങ്ങള് ഡീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ഓപ്പറേഷൻസ് അഥവാ ശാസ്ത്രക്രിയ എന്ന് പറയുന്നത് അല്ലെ. ഒരു രോഗിയുടെ ശരീരത്തിലെ മുറിച്ച് അതിനകത്തുള്ള പ്രവർത്തനങ്ങള് നിരീക്ഷിക്കുന്നു അല്ലെ, അകത്തുള്ള പ്രവർത്തനങ്ങൾ നോക്കുന്ന പ്രൊസീജിയറാണ് എന്ത് പറയുന്നത്? ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ശാസ്ത്രക്രിയ എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. നിങ്ങൾക്ക് നമുക്ക് മനസ്സിൽ തന്നെ വിചാരിച്ചാൽ മനസ്സിലാവില്ല, എന്തായാലും ബോഡി കട്ട് ചെയ്തിട്ടായിരിക്കും നോക്കുന്നത് അല്ലെ. ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ. ഇൻട്രൂസീവ് സർജറിക്കൽ എന്ന് പറയുന്നത് നുഴഞ്ഞേറ, അതായത് ശരീരത്തെ കട്ട് ചെയ്തിട്ട്, ഒരു രോഗിയുടെ ശരീരത്തെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ നോക്കുന്ന പ്രോസസ്സാണ് ശാസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്, സർജറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സർജറി രണ്ട് തരത്തിലാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ.
ഇൻട്രൂസീവ് മീൻസ് വെച്ചാൽ നുഴഞ്ഞു കയറ്റുക, അതായത് ശരീരത്തെ കട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അതായത് വലിയ മുറിവുകൾ ഉണ്ടാക്കി ഉള്ളിലേക്ക് കയറ്റി വിടുക എന്നുള്ള മീനിങ് ആണ് ഇൻട്രൂസീവ് എന്ന് പറയുന്നത്. നുഴഞ്ഞു കയറ്റം, മലയാളത്തിൽ പറഞ്ഞാല് നുഴഞ്ഞു കയറ്റം എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഓപ്പറേഷൻസ് നമ്മൾക്കറിയാം. എന്താണ് ഒറ്റ രീതിയിലൊന്നും ആയിരിക്കില്ല ഓപ്പറേഷൻസ് നടത്തുന്നത്. ഡിഫറെന്റ് ടൈപ്സുകളാണ് അല്ലെ. പ്രധാനമായിട്ടും 2 ടൈപ്സിലാണ് ഉള്ളത്. ഓപ്പൺ സർജറി ഉണ്ടാവും, മിനിമൽ സർജറി ഉണ്ടാവും അല്ലെ. ഓപ്പൺ സർജറി എന്ന് പറയുന്നത് എന്തായിരിക്കാം ഓപ്പൺ സർജറി എന്ന് പറയുന്നത്? ഏതിലേക്കായിരിക്കും? ഒരു എക്സാമ്പിൾ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ ഓപ്പൺ സർജറിക്ക് ഒരു എക്സാമ്പിൾ നിങ്ങളൊന്ന് പറഞ്ഞേ. ഹാർട്ട് ബൈപാസ് സർജറി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ അതെന്താണ് ഓപ്പൺ സർജറി ആണ്. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറീസ് ആണ് അല്ലെ. സിസേറിയൻ, അതുപോലെ സിസേറിയൻ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഓപ്പൺ സർജറിയുടെ പ്രത്യേകത എന്താണ്? ഓപ്പൺ സർജറി സർജൻസ് മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗൻസ്. എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്ന സർജൻ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ എത്തരത്തിലുള്ള ഒരു മുറിവുകളാണ് ഉണ്ടാക്കുന്നത്? ലാർജർ കട്ട്സ് ആണ് അല്ലെ. വലിയ മുറിവുകൾ ഉപയോഗിച്ചിട്ടാണ്, ലാർജ് ആയിട്ടുള്ള മുറിവുകൾ ഉപയോഗിച്ചിട്ടാണ് ഓപ്പൺ സർജറി നടക്കുന്നത് അല്ലെ. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സർജറീസ് ആണ് എന്ത് ഓപ്പൺ സർജറീസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ അല്ലേ? എന്താണ് ഓപ്പൺ സർജറി എന്ന് പറഞ്ഞേ? A surgeon makes larger cuts to reach the internal organs. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കീഹോൾ സർജറി, മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയേഴ്സ് എന്താണെന്ന് നോക്കാം. മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുറിവുകളിലൂടെ അല്ലെ. വലിയ മുറിവുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പൺ സർജറി നടത്തുന്നത് അല്ലെ. ഇനി ചെറിയ മുറിവുകളിലൂടെ, ചെറിയ സ്മോൾ ഇൻസിഷൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സർജറിയാണ് എന്ത്? കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, none of this may contain either minimally invasive procedures such as keyhole surgery, where cameras and laparoscope are inserted through small incisions. Cameras and laparoscopes are inserted through small incisions. അപ്പൊ ഇവിടെ നമ്മൾ കീഹോൾ സർജറിനെ പറ്റി കുറച്ച് ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ കൂട്ടത്തിൽ ആരെങ്കിലും കീഹോൾ സർജറി ചെയ്തവരുണ്ടോ ക്ലാസ്സിലെ? ഇല്ല, ഇല്ലാതിരിക്കട്ടെ. ചോദിച്ചെന്നുള്ളൂ കേട്ടോ. എന്തിനു വേണ്ടിയാ ചോദിച്ചത്? അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയും. അപ്പൊ അവൻ എന്താ ചെയ്തെന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ചെയ്തത് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഇല്ലാതിരിക്കട്ടെ, നല്ല കാര്യം. ഓക്കെ, അപ്പൊ എന്താണ് കീഹോൾ സർജറി എന്ന് നമുക്ക് നോക്കാം. പറഞ്ഞു എന്താണ്? ചെറിയ ചെറിയ മുറിവുകളിലൂടെയാണ് എന്താ ഈ സർജറി. കസിൻസ് നമ്മൾക്ക് നമ്മുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവരുടെ എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ് കീഹോൾ സർജറി? എങ്ങനെയാണ് ഇത് പ്രൊസീജിയേഴ്സ്? ഓക്കെ, നമ്മൾക്ക് ഈ ശാസ്ത്രക്രിയ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഭയപ്പെടുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് എന്താണ് അത്തരത്തില് ഭയപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് എന്താണ് കുറച്ചുകൂടി എന്താണ് ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു സർജറി പ്രൊസീജിയർ ആണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രീയ കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ് അല്ലെ. അപ്പൊ അവർക്കൊക്കെ കുറച്ചുകൂടി എന്താണ് ബെറ്റർ ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് എന്താ കീഹോൾ സർജറി പറയുന്നത്. ഇത് സാധാരണ വായകൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് വലുതായി കട്ട് ചെയ്യുന്നതിൽ ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇതുപോലത്തെ സർജറി അല്ല. എന്താണ് ഇവിടെ സ്മോൾ ഇൻസിഷൻസ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിവുകൾ അല്ലെ. മുറിവുകൾ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു സർജറിയാണ് എന്ത്
കീഹോൾ സർജറി എന്ന് പറയുന്നത്. മലയാളത്തിൽ എന്താ ഇതിനെ പറയുന്നത്? താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അല്ലെ? താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് എന്ത്? കീഹോൾ സർജറി. ഇനി ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവിടെ പറഞ്ഞിട്ടില്ല, ടീച്ചർ എക്സ്ട്രാ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. നിങ്ങളത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും അറിയണമെന്നില്ലല്ലേ എന്താണ് കീഹോൾ സർജറി? നമ്മുടെ കൂട്ടത്തിൽ അറിയാത്തവരുണ്ടാവില്ലേ? അപ്പൊ എനിക്ക് അറിയണ്ടേ? അപ്പൊ അതിനു വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ ശരീരത്തില് ഒരു സർജറി നിർദ്ദേശിക്കുകയാണ് കീഹോൾ സർജറി ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പൻഡിക്സോ എന്തെങ്കിലും എന്തെങ്കിലുമായി ബന്ധപ്പെട്ട ഒരു കീഹോൾ സർജറി ആവശ്യപ്പെട്ടോ. ഓക്കെ, എങ്ങനെയാണ് ആ പ്രൊസീജിയർ നടക്കുന്നത്? ഏകദേശം 1/2 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെ വീതിയിലുള്ള ചെറിയ ചെറിയ മുറിവുകളാണ് ആദ്യം നമ്മുടെ ശരീരത്തിൽ കട്ട് ചെയ്യുക. എത്ര സെന്റിമീറ്റർ ആണ്? 1/2 സെന്റിമീറ്റർ മുതൽ 1.5 സെന്റിമീറ്റർ വരേക്കുള്ള അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ വരേക്കുള്ള ചെറിയ ചെറിയ മുറിവുകൾ ആദ്യം ഉണ്ടാക്കും അല്ലെ? അതിനുശേഷം ഒരു മുറിവിലൂടെ, ഇത്തരം മുറിവുകൾ 1, 4 മുറിവുകൾ, ഇത്ര സെന്റിമീറ്റർ നീളമുള്ള 1, 2, 3, 4 മുറിവുകള് ശരീരത്തിൽ ഉണ്ടാക്കുകയും അതില് ഒരു മുറിവിൽ കൂടി, ശ്രദ്ധിക്കുക, ഒരു മുറിവിൽ കൂടിയിട്ട് ക്യാമറയും ലൈറ്റ് സോഴ്സസും കടത്തിവിടുന്നു. ഏകദേശം 3-4 മുറിവുകൾ ഉണ്ടാക്കുന്നു. അതില് ഒരു മുറിവിൽ കൂടി എന്താണ് ക്യാമറ റിസോഴ്സസും ലൈറ്റ്സും കടത്തിവിടുന്നു. ഓക്കെ, അടുത്ത മുറിവിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയുള്ള ചെറിയ 2 മുറിവിൽ കൂടിയാണ് ഈ കീഹോളിന്റെ ഇൻസ്ട്രുമെന്റ്സ് കടത്തിവിട്ടുകൊണ്ട് ശസ്ത്രക്രിയ നടത്തപ്പെടുന്നത്. അപ്പൊ അതാണ് അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതാണ് ചെറിയ 1.5 സെന്റിമീറ്റർ വീതിയുള്ള മുറിവുകൾ 1, 3, 4 ഉണ്ടാക്കിയതിനു ശേഷം ആദ്യത്തെ മുറിവുകളിൽ കൂടി എന്താ കടത്തിവിടുന്നു? എന്താണ് കടത്തിവിടുന്നത്? ആദ്യത്തെ മുറിവുകളിൽ കൂടി എന്താ കടത്തിവിടുന്നത്? ക്യാമറയും ലൈറ്റ് റിസോഴ്സും അല്ലെ? ക്യാമറയും ലൈറ്റ് റിസോഴ്സും കടത്തിവിടുന്നു. ശേഷം അടുത്ത മുറിവിൽ കൂടിയാണ് എന്താ ഇത് ചെയ്യാനുള്ള സർജറി ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ്, കീഹോൾ സർജറി ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ്സ് കടത്തിവിട്ടാണ് സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ 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 അത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഇനി അപ്പൊ ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇത്രയും കാര്യം അവിടെ നടക്കുന്നുള്ളൂ. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ എക്യുപ്മെന്റ്സ് വൈസ് ഒക്കെ അവിടെ തിയേറ്ററിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതിന്റെ വശങ്ങൾ എങ്ങനെയാണ്, പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത്. ഇനി ഇതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണുള്ളത്? ഈ കീഹോൾ സർജറി ചെയ്യുന്നത് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണുള്ളത്? അതായത് ഓപ്പൺ സർജറി ചെയ്യുന്നതിനേക്കാളും എന്താണ് വേദന കുറവായിട്ടുള്ള സർജറിയാണ് എന്ത് കീഹോൾ സർജറി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വേദന കുറവാണെന്ന് പറയാൻ കാരണം? ചെറിയ മുറിവുകളിലൂടെയാണ് ഈ സർജറി നടത്തപ്പെടുന്നത് അല്ലെ? മറ്റേത് എന്താണ്? ഓപ്പൺ സർജറിയിലെ വലിയ കട്ടിങ്സ് ആയിരിക്കും അല്ലെ? അത് ഉണങ്ങാനും അതിന്റെ അനസ്തീഷ്യയുടെ പവർ കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ പെട്ടെന്ന് റിക്കവർ ആയ പെയിൻ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതെന്താണ്? ചെറിയ മുറിവായതിനാൽ തന്നെ എന്താണ് ഇതിന് പെട്ടെന്ന് രോഗി പെട്ടെന്ന് തന്നെ എന്താണ് റിക്കവർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് സർജറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ പേഷ്യന്റ് എഴുന്നേറ്റിരിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സർജറിയാണ് എന്ത് കീഹോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മാത്രമല്ല സാധാരണ ഓപ്പറേഷൻസിൽ നിന്നും രോഗിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയി പോവാനും സാധിക്കുന്നു. സാധാരണ ഓപ്പറേഷൻസിൽ നിന്നും വ്യത്യസ്തമായി തന്നെ പേഷ്യന്റ് പെട്ടെന്ന് തന്നെ റിക്കവർ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോ വലിയ സർജറിയിൽ നിന്നും പേടിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇത്തരത്തിലുള്ള ചെറിയ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ കീഹോൾ സർജറിനെ 2 ടൈപ്സ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. കീഹോൾ സർജറി തന്നെ 2 വരുന്നുണ്ട്. ഏതൊക്കെയാണ്?
ഒന്നാമത്തേത് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ സർജറിയാണ് ഇത്. സർജറിയാണ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. ആദ്യത്തേത് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി, രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി. ഇതാണ് ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്, ഇതാണ് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി. ഇപ്പോൾ സർജറിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നത്. ആദ്യത്തേതാണ് എന്ത്? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഏതിലൊക്കെയാണ്, ഏത് അസുഖങ്ങൾക്കൊക്കെയാണ് ചെയ്യുന്നത്? അതായത് നമ്മുടെ പിത്തസഞ്ചി, ഹെർണിയ, അപ്പൻഡിക്സ് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ത്? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. പ്രധാനമായിട്ടും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അപ്പൻഡിക്സിന് വേണ്ടി. ഒരു എക്സാമ്പിൾ ആയിട്ട് എന്താണ്? അപ്പൻഡിക്സിന് വേണ്ടിയിട്ട് കേട്ടോ. ബേസിക് ലാപ്രോസ്കോപ്പിയുടെ സർജറി ആണോ സ്പെല്ലിംഗ് ആണോ മാർക്കും ചോദിക്കുന്നത്? അതെ, ബേസിക്കിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ മാർട്ടിൻ? യെസ്. അവിടെ കൂട്ടുകാരെന്നെ പറഞ്ഞു തരുന്നുണ്ട്, നോക്കിക്കോ. ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. ലാപ്രോസ്കോപ്പിക് നമ്മുടെ അവിടെ കിടക്കുന്നുണ്ടല്ലോ, LAPROSCOPE, ബേസിക് BACIC. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്? ബേസിക് ലാപ്രോസ് സർജറിയിൽ എന്തൊക്കെയാ? അപ്പൻഡിക്സ് ആണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. കീഹോൾ സർജറിയുടെ എക്സാമ്പിൾ ആണ് എന്ത്? ബേസിക് ലാപ്രോസ്കോപ്പിയുടെ എക്സാമ്പിൾ ആയിട്ട് എന്താണ് ഇത്? അപ്പൻഡിക്സ്, അതുപോലെ ഹെർണിയയ്ക്കുള്ള സർജറികൾ. ഇനി അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി എന്തിനൊക്കെയായിരിക്കും ചെയ്യുന്നത്? അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ? ഡിഫിക്കൽട്ട് ആണ്. വലിയ വലിയ അസുഖങ്ങൾക്കാണ് ഇത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് ചെയ്യുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണത് വയറിനുള്ളിലൊക്കെ വരുന്ന ക്യാൻസേഴ്സ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ വരുന്ന വലിയ വലിയ അസുഖങ്ങൾക്കൊക്കെയാണ് എന്ത്? ഒരു എക്സാമ്പിൾ ആണ് ക്യാൻസർ പോലുള്ള ഇതിനാണ് ഇത് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യുന്നത്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ തരുന്നതാണ് കേട്ടോ. നമ്മുടെ എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ടൊന്നും വരുന്നില്ല, എന്നാലും നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥിതിക്ക് രണ്ട് പ്രോസസ്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് എക്സ്പ്ലനേഷൻ തരുന്നതാണ്. ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇത്തരം കാര്യങ്ങളുടെ ഒരു ധാരണ എന്തായാലും വേണ്ടതാണ് അല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? ഈ ഹോൾ സർജറി ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. 2 ടൈപ്സിലുണ്ട്. ഏതൊക്കെയാണ്? ബേസിക് ലാപ്രോസ്കോപ്പി, അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പി. ഓക്കെ, അത്രയും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ കുട്ടികളെ? അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, ഓക്കെ. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു 2 ടൈപ്സിലെ സർജറീസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഓപ്പൺ സർജറി ഉണ്ട്, മിനിമൽ സർജറി ഉണ്ട്. മിനിമൽ സർജറിയിലാണ് എന്ത് വരുന്നത്? കീഹോൾ സർജറി. ഇതിന്റെ പ്രോസസ്സിനെ കുറിച്ചും ഏതൊക്കെ ടൈപ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്തരം സർജറീസ് നമ്മൾക്ക് സേഫ് ആണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സർജറീസ് നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കുമോ? ഇത്തരത്തിലുള്ള സർജറിയുടെ നോ ആണോ? അങ്ങനെ നമുക്ക് നോന്ന് തർക്കിച്ച് പറയാൻ സാധിക്കില്ല അല്ലേ? എന്താണ് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിനും എന്താണ് ഈ സർജറീസ് ചെയ്തേ പറ്റൂ. അപ്പൊ എന്താണ് നമുക്ക് തർക്കിച്ച് നോന്ന് പറയാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഏതൊരു സർജറി ആണെങ്കിലും എന്താണ് ഇത് സേഫ് ആണെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ഡീമെറിറ്റ്സ് എല്ലാത്തിനും ഉണ്ട് അല്ലേ? എന്ത് കാര്യത്തിലാണെങ്കിലും മെറിറ്റ്സും ഡീമെറിറ്റ്സും റിസ്ക് ഉണ്ട് അല്ലേ? സംടൈംസ് യെസ്, സംടൈംസ് നോ. വെരി ഗുഡ്. യെസ് അല്ലെ? നമ്മൾക്ക് സർജറിയുടെ കാര്യമൊന്നും നമ്മളുടെ കയ്യിലല്ല. എന്താ പറയുന്നത്, എത്തിക്സ് ഒക്കെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ. അപ്പൊ അതിനാൽ എന്താണ് എനിക്ക് ദൈവത്തിലെ ഭയങ്കര വിശ്വാസമുള്ള കുടുംബം തന്നെ ഞാൻ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ദൈവത്തെ കൂടി കണക്ട് ചെയ്തിട്ട് വിശ്വാസത്തിലാണ്
എന്താണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് ആണെങ്കിൽ പോയി മിക്കവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈശ്വരൻ നാം താൻ ഭാഗത്ത് ദൈവം ഭാഗ്യമല്ലേ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അത്തരത്തിലുള്ള വിശ്വാസത്തെ കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ എന്ത് കാര്യമാണെങ്കിലും നന്നായിട്ട് പ്രാർത്ഥിക്കുക. പക്ഷെ നമുക്ക് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ എന്താണ് ചില കേസസിൽ അങ്ങനെ ഓക്കെ വരാറുണ്ട്, ചില കേസസിൽ അല്ലാതെയും വരാറുണ്ട് അല്ലെ. ഒന്നും നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല, സിറ്റുവേഷൻ ബേസ്ഡ് ആണ്. ഓക്കെ ഓക്കെ അപ്പൊ എന്താണ് നമ്മുടെ ആധുനിക വൈദ്യശാസ്ത്രത്തില് ശ്രദ്ധിക്കുക. ആധുനിക വൈദ്യശാസ്ത്രത്തില് ഏതൊരു ചികിത്സയും ഏതൊരു സർജറി ആണെങ്കിലും അതിലൊരു സ്റ്റാൻഡേർഡ് വരുന്നത് വരെ എന്താണ് അത് ട്രയൽസിലൂടെ ഇങ്ങനെ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏതൊരു ചികിത്സയാണെങ്കിലും എന്താണ് പിന്നെ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. ഒറ്റയടിക്കൊന്നും എന്താണ് ഇതൊന്നും ഇതൊന്നും പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. ഏത് തരം പ്രൊസീജിയർ ആണെങ്കിലും നമ്മളുടെ അത് പല പ്രാവശ്യം ട്രൈ ചെയ്യുന്നുണ്ട് അല്ലേ. സർജറീസ് തന്നെ പലതരത്തില് ഇപ്പൊ നമ്മൾ ഹൃദയമാറ്റി ശസ്ത്രക്രിയകളുടെ ഉദാഹരണം അല്ലെ. അത് എല്ലാ പ്രാവശ്യവും ഒരേപോലെ വിജയിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്താണ് അത് ശരിക്കും പറഞ്ഞാൽ സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, ലക്കാണ്, അങ്ങനെയൊക്കെ പറയാം. പിന്നെ എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് എന്താണ് സർജറി ചെയ്യുന്ന സർജൻസ് അല്ലെ, ഡോക്ടേഴ്സിന്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അവരുടെ ആ ഒരു കഴിവ് അല്ലെ, അവരുടെ ആ ഒരു പഠിച്ച അറിവുകള് അവിടെ എന്താണ് എന്താണ് നമ്മളോട് പ്രയോജനപ്പെടുത്തുക. ഏതൊരു സർജറി ആണെങ്കിലും എക്സ്പേർട്ട് ആയിട്ടുള്ള സർജന്റെ കയ്യിലാണ് ഒരു സർജറിയുടെ വിജയം എന്ന് പറയുന്നത് അല്ലേ. ഒരു മോശം എന്നല്ല, അധികം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു സർജൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഡിഫിക്കൽട്ടീസ് വരാൻ സാധിക്കും അല്ലേ. നമ്മളിപ്പോ റിയൽ അല്ല, നമ്മളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, സർജറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ചെയ്യുന്ന ഡോക്ടേഴ്സിന് എന്താണ് എന്തെങ്കിലും ടെൻഷനോ ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ എന്താണ് അവർക്ക് ചിലപ്പോൾ അത് കൈപ്പിഴ വരാം അല്ലെ. കട്ട് ചെയ്യേണ്ട വെയിനായിരിക്കും ചിലപ്പോൾ കട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആ പേഷ്യന്റിന്റെ ലൈഫാണ് അവിടെ പോകുന്നത് അല്ലെ, പേഷ്യന്റിന്റെ ലൈഫാണ് അവിടെ സ്പോയിൽ ആവുന്നത്. അങ്ങനെയും കേസസുകളുണ്ട്, ഇല്ലാന്നല്ല, അങ്ങനെയും കേസസുകളുണ്ട്. നമ്മൾ സിനിമയിലും കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മളുടെ റിയൽ ലൈഫുകളിൽ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, എക്സ്പേർട്ട് ഡോക്ടേഴ്സിന്റെ കയ്യിലാണ് ഇത്തരത്തിലുള്ള ഏത് സർജറി ആണെങ്കിലും അതിന്റെ വിജയം എന്ന് പറയുന്നത്. അതായത് പല പ്രാവശ്യം ട്രയൽ ചെയ്ത് അല്ലെ, ഏതൊരു പ്രൊസീജിയർ ആണെങ്കിലും അത് പല പ്രാവശ്യം ട്രയൽ ചെയ്തായിട്ടുണ്ട് എന്താണ് വിജയത്തിലേക്ക് എത്തുന്നത്. ഓപ്പറേഷൻ പ്രൊസീജിയറിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് എന്താണ് ഒരു എക്സ്പേർട്ട് ഡോക്ടറിന്റെ കഴിവ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ദൈവത്തിൻ്റെതായ ഒരു ഗ്രേസും അവിടെ ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ മെഡിക്കൽ എത്തിക്സിലായാലും പോലും എന്താണ് അങ്ങനെയൊക്കെ തന്നെ വിശ്വാസങ്ങളും അവര് വിശ്വസിക്കുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ ഏത് സർജറി ആണെങ്കിലും അതിൻ്റെതായ റിസ്കുകൾ ഉണ്ടെന്നുള്ളതാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് പ്രൂവ് ചെയ്യപ്പെടുന്നതിലൂടെയാണ് അത് ഫലപ്രദമായിട്ട് മറ്റുള്ളവർക്കും കൂടി സ്വായത്തമാക്കാൻ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, ദൈവത്തിന്റെ നിശ്ചയമാണ്. ഓക്കെ, അപ്പൊ ആർക്കും ഓപ്പറേഷൻ തിയേറ്റർ ഒന്നും കാണാൻ വരാതെ ഇരിക്കട്ടെ അല്ലെ. സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. സിസേറിയൻ കഴിഞ്ഞവർ എത്ര പേരുണ്ട്? ഓപ്പറേഷൻ റൂം കണ്ടത് ഓർക്കുന്നുണ്ടോ? ടെൻഷനോ ഓർമ്മയൊക്കെ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ്? ചെറിയ രീതിയിലൊന്ന് അവതരിപ്പിക്കാവോ? നിങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ഇമേജ് വരുന്നുണ്ടോ? ആ ഇമേജ് ആ റൂം എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് വരുന്നുണ്ടോ മനസ്സിൽ? യെസ്, ഓപ്പറേഷൻ തിയേറ്ററിൽ അന്നത്തെ കുറച്ച് സമയം നമുക്കൊരു ബോധം ഉണ്ടാവും, സമയത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതാണ് ചോദിച്ചത് കേട്ടോ. നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരിക്കാം. എന്തായാലും ടെൻഷൻ ആയിരിക്കും. ആരായാലും അടക്കാൻ എന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു കാര്യം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. കിടക്കും കേട്ടോ, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. ഇത്രയ്ക്ക് ബോൾഡായ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തില് അല്ലേ. ഇപ്പൊ സർജറി പ്രൊസീജിയർ ഇപ്പൊ സിസേറിയനൊക്കെ ആണെങ്കിൽ തന്നെ എന്താണ്
ഓൾറെഡി നമ്മൾ 9 മന്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണേക്ക് കാരണം ഡോക്ടർ ഇന്നും ഡേറ്റിൽ അഡ്മിറ്റ് ആവണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാണ് അല്ലേ. എന്തായിരിക്കും എന്നുള്ളത് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ആയാൽ പോലും തിയേറ്ററിന്റെ അകത്തേക്ക് കയറുന്ന വരെ നമ്മൾ എന്താണ് ഇങ്ങനെ പ്രഷർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. പ്രഷർ കൂടാനും പാടില്ല അല്ലെ. പ്രഷർ കൂടിയാലും എന്താണ് പ്രശ്നമാണ്. സിസേറിയൻ കേസിലെ പ്രഷർ ഒന്നും കൂടാൻ പാടില്ല, ഹൈ പ്രഷർ ഒന്നും ആവാൻ പാടില്ല. പക്ഷെ എന്തായാലും നമ്മൾ ടെൻഷൻ ആയിരിക്കും. ആ വീൽ ചെയറിൽ നമ്മൾ കൊണ്ടുപോകും, ചെറിയ സ്ട്രക്ചറിലോ എങ്ങനെയാ കൊണ്ടുപോകുന്നത്, പിന്നെ ആ റൂമിനുള്ള പടി കെട്ടുന്നുണ്ടാവും. എനിക്ക് പേടിയാവുന്നുണ്ടോ? പേടിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടാ. എന്തായാലും നമുക്ക് പേടിക്കുന്ന ഒരു ഏരിയയാണ് അല്ലേ. 2 മണിക്കൂർ പോയിട്ടോ. ഓക്കെ, അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയില്ല. അത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് പെയിനൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിനുശേഷം അനസ്തേഷ്യക്ക് ശേഷം എന്താ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. തീർന്നതിന് മുമ്പ് മാത്രമേ തിയേറ്റർ എങ്ങനെയായിരിക്കും എന്താണെന്നുള്ള ടെൻഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ ഞാൻ പ്രശ്നമില്ലെന്നാണ് തോന്നുന്നത് അല്ലേ. അല്ലേ കുട്ടികളെ? പ്രശ്നം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓക്കെ അല്ലേ? വേദനയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, അല്ലാതെ നമ്മളുടെ ടെൻഷൻ അങ്ങോട്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ടീച്ചർ ഇത് എന്തൊക്കെയാ പറയണല്ലേ? അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും അല്ലേ, അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മളപ്പോ കീ ഹോൾ സർജറിയുടെ കാര്യം പറഞ്ഞു. ഇതപ്പോ എന്താണ് ട്രയൽ ചെയ്താൽ മാത്രമേ ഇത് സർജറി ആണെങ്കിലും എന്താണ് അത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇത് എല്ലാവരിലും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ? ഈ സർജറികൾ എല്ലാവരും ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ്? എല്ലാ രോഗികളിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? നമ്മളുടെ എല്ലാവരുടെയും ശരീരവും അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ശരീര അവസ്ഥകളും എന്താണ് വ്യത്യസ്തമാണ്, ഡിഫറൻസ് ആണ് അല്ലേ. ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എല്ലാവരുടെയും ശരീരങ്ങളും തമ്മിൽ, അസുഖങ്ങളും തമ്മിലും വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഇത് എല്ലാവരിലും ഒരുപോലെ തന്നെ ഫലപ്രദമാകണമെന്നില്ല. ഈ ശ്വാസമുട്ടുള്ള അല്ലെ ശ്വാസതടസ്സമുള്ളവർക്ക് പ്രത്യേകിച്ച് ഈ ഒരു സർജറി ആരും തന്നെ സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അത് ശ്രദ്ധിക്കുക. എന്താണ് ശ്വാസമുട്ടുള്ളവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് വേറെ ട്രീറ്റ്മെന്റ് കീ ഹോൾ സർജറി അല്ലാതെ മരുന്നിലൂടെ തന്നെ എന്തെങ്കിലും മാറ്റുന്ന രീതികളോ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നു. ശ്വാസമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടെന്താണെന്നാണ് പഠനങ്ങളില് കഴിഞ്ഞ സർജറീസുകളിൽ നിന്നും അവര് വ്യക്തമാക്കുന്നത്. വെരി ഗുഡ്. ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഏത് സർജറിയാണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇനി അപ്പൊ എന്താണ് കീ ഹോൾ സർജറി എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താണ് ഓപ്പൺ സർജറി എന്ന് മനസ്സിലായില്ലേ? എല്ലാ ഓപ്പറേഷൻസും ആണോന്നോ എന്താ മോളെ മനസ്സിലായില്ലല്ലോ? എല്ലാ കീ ഹോൾ സർജറിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. കീ ഹോൾ സർജറിയുടെ കാര്യമാണ്. ചിലർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ വരും. ചില കേസസിൽ നമ്മൾക്ക് ഇപ്പൊ പ്രഷറിന്റെ കാര്യം പറയല്ലോ, ടെൻഷൻ വന്നാൽ തന്നെ പെട്ടെന്ന് എല്ലാവർക്കും പ്രഷർ കൂടും. ചിലർക്ക് ഇപ്പൊ ശ്വാസം മുട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് എന്താണ് ശ്വാസതടസ്സം വരാൻ ചാൻസസ്. അപ്പൊ അങ്ങനെയുള്ളവരിലാണെങ്കിലും എന്താണ് ഏത് പ്രൊസീജിയർ ആണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അധികം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ് പഠനങ്ങളിൽ പറയുന്നത് കേട്ടോ. ഇനി പക്ഷെ നമ്മള് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസുകൾ അതിന്റെ എക്യുപ്മെന്റ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആ സർജറി പ്രൊസീജിയർ അവിടെ നടത്തപ്പെടുന്നുണ്ട് കേട്ടോ. റിസ്ക് ആയിരിക്കും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും. ശ്വാസതടസ്സം എന്നുള്ളത് എത്രത്തേക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ അതിനുള്ള സജ്ജീകരണങ്ങൾ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ ലഭ്യമായിരിക്കും കേട്ടോ. പേടിക്കൊന്നും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അവിടെ സജസ്റ്റ് ചെയ്യുന്നതാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. Robot assisted surgery allows surgeons to perform certain procedures through small incisions. എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്? എന്താണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി? റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട്
നടത്തുന്ന ശാസ്ത്രക്രിയയാണ് എന്ത്? റോബോട്ടിക് സർജറി അഥവാ ഇത് പൂർണ്ണമായിട്ടും എന്ത് നിയന്ത്രിതമായിരിക്കും? കമ്പ്യൂട്ടർ നിയന്ത്രിതമായിരിക്കും കേട്ടോ. റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ നിയന്ത്രിതം അല്ലേ? കമ്പ്യൂട്ടർ പ്രോസസ്സിംഗ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് സർജറിയാണ് എന്റെ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? റോബോട്ട് അസിസ്റ്റഡ് സർജറി ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? നോ. ഓക്കെ. ഇപ്പൊ എന്താ യൂട്രസ് റിമൂവ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? യൂട്രസ് റിമൂവ് ചെയ്യാൻ സർജറി കേട്ടിട്ടില്ലേ? ഓക്കെ. അതൊക്കെ എന്താണ്? ഇപ്പോഴത്തെ ഒരു സംവിധാനം അനുസരിച്ചിട്ട് ഈ റോബോട്ട് അസിസ്റ്റഡ് സർജറി ഉപയോഗിച്ചിട്ട് ചിലരുടെ ഈ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നവരും പിത്താശയത്തിലെ കല്ലുകള് അതൊക്കെ എന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. സിസ്റ്റത്തിനെ മനസ്സിലാക്കിയാൽ വേണ്ടിയിട്ട് എന്താണ്? കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ട് നടത്തിയ സർജറി പ്രൊസീജിയർ ആണ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. റോബോട്ടിക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ശസ്ത്രക്രിയയാണ് എന്ത്? റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഇത് പൂർണ്ണമായും കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ്. ഓക്കെ. അവിടെയും ഏത് തരത്തിലുള്ള ഇൻസിഷൻസ് ആണ് ഉപയോഗിക്കുന്നത്? ഏത് തരത്തിലുള്ള മുറിവുകളാണ് അവിടെയും? സ്മോൾ ഇൻസിഷൻസ് അല്ലെ? ചെറിയ മുറിവുകളിലൂടെയാണ് ഈ സർജറി നടത്തപ്പെടുന്നത്. ഓക്കെ. നമ്മള് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR. എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? നമ്മള് OR എന്ന് പറയുന്നു, ഓപ്പറേറ്റിംഗ് റൂംസ് എന്ന പേരിലോ അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ റൂം തിയേറ്റർ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? OR റൂംസ് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂംസ്. ORന്റെ ഫുൾ നെയിം എന്താണ്? എക്സ്പാൻഷൻ എന്താണ്? OR ഓപ്പറേറ്റിംഗ് റൂംസ് കേട്ടോ. ഒന്നുകൂടി ഇൻട്രൊഡക്ഷന്റെ ഭാഗത്തേക്ക് പോയേ. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്? എന്താണ്? എന്ത് പ്ലേസ് ആണത്? പറഞ്ഞേ. ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ്. എന്തെല്ലാം പ്രൊസീജിയർ ആണ് ഇവിടെ നടക്കുന്നത്? Place where surgery എങ്ങനത്തെ പ്രൊസീജിയർ ആണ്? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് അല്ലേ? സർജിക്കൽ പ്രൊസീജിയേഴ്സ്. Okay, which means operation that involve cutting into and working inside a patient's body take place. അതായത് ഒരു പേഷ്യന്റിന്റെ ശരീരത്തിൽ മുറിച്ച് അതിന്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ആരോഗ്യലക്ഷ്യമാണ് എന്റെ ഓപ്പറേഷൻ തിയേറ്റർ അഥവാ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ. പ്ലസ് സർജറിനെ എവിടെ എത്ര ടൈപ്പിലുള്ള സർജറി അവിടെ പറയുന്നുണ്ട്? എത്ര ടൈപ്സ് സർജറി പറയുന്നുണ്ട്? 2 ടൈപ്സില് സർജറി പറയുന്നുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? ഓപ്പൺ സർജറി ആൻഡ് കീ ഹോൾ സർജറി അല്ലെ? ഓപ്പൺ സർജറിയും കീ ഹോൾ സർജറി. ഓപ്പൺ സർജറി എങ്ങനെയാണ് നടക്കുന്നത്? ഓപ്പൺ സർജറിയിൽ ഏത് തരത്തിലുള്ള ഇൻസിഷൻസ് ആണ് ഉപയോഗിക്കുന്നത്? ലാർജർ കട്ട്സ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ലാർജർ കട്ട്സ് അല്ലെ? ലാർജ് ആയിട്ട് കട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്റെ ഓപ്പൺ സർജറി. കീ ഹോൾ സർജറി എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് അല്ലെ? മിനിമൽ ഇൻവാസീവ് പ്രൊസീജിയർ ആണ് എന്ത്? കീ ഹോൾ സർജറി എന്ന് പറയുന്നത്. ഇനി കീ ഹോൾ സർജറിനെ നമ്മൾ എത്ര തരത്തിലുണ്ടെന്ന് പറഞ്ഞു? എത്ര ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു കീ ഹോൾ സർജറി? കീ ഹോൾ സർജറി ഒന്ന് എന്താണ്? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി. രണ്ടാമത്തേത് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി. ഓക്കെ. ഇനി അടുത്ത സർജറി ഏതായിരുന്നു പറഞ്ഞത് നമ്മള്? അടുത്ത സർജറി ഏതാണ്? റോബോട്ട് അസിസ്റ്റഡ് അല്ലേ? ഇതെന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ. ഇനി ഓപ്പറേഷൻ തിയേറ്ററിന് നമ്മള് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഓപ്പറേഷൻ തിയേറ്ററിന് നമ്മള് മറ്റൊരു പേര് കൂടി പറയുന്നത് ഏതാണ്?
എന്താണ് OR rooms അല്ലെ, ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിന് ഇവിടെ 2 തരത്തിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആദ്യം ശ്രദ്ധിച്ച് നോക്കി. ഓപ്പറേഷൻ തിയേറ്റർ OT അല്ലെ, OT, ഓപ്പറേഷൻ റൂംസ് OR, രണ്ടും എന്താണ്, ഒരേ പ്ലേസ് തന്നെയാണ് കേട്ടോ. ഓപ്പറേഷൻ തിയേറ്റർ OT, OR റൂംസ്, ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആണോ കുട്ടികളെ? ഇൻട്രൊഡക്ഷൻ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആണോ? എടുക്കുന്ന ഭാഗം 1, 2, 3 പ്രാവശ്യം നന്നായി വായിച്ചിട്ട് പോകണം കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ച് വായിക്കാം. നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. സമയം കുറവാണ് എനിക്കറിയാം. ഓക്കെ, വർക്ക് ചെയ്യുന്നവരുണ്ടാകാം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ സമയം കണ്ടെത്തണം അല്ലെ. നമ്മളുടെ ആവശ്യമാണത് അല്ലെ, പഠിക്കാം, പരീക്ഷ പാസ്സാവാന്നുള്ളത് നമ്മളുടെ ആവശ്യമാണ്. അപ്പൊ 1, 2 പ്രാവശ്യം വായിക്കുന്നതിലൂടെ എന്താണ്, നമ്മൾക്ക് ആ കാര്യം നമ്മുടെ മനസ്സിലാക്കാൻ പതിയും. റിവൈസ് ചെയ്യുന്നതിലൂടെയാണ്. എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സമയം കിട്ടുന്നതനുസരിച്ച് ഒരു ചാപ്റ്റർ തന്നെ തീരുമ്പോൾ തന്നെ എന്താണ്, എടുക്കുന്ന ഭാഗം നമ്മൾ പണ്ട് നമ്മളോട് മുത്തശ്ശന്മാരെയൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അന്നന്ന് എടുക്കുന്ന ഭാഗം നമ്മൾ അന്നന്ന് പഠിക്കും. പക്ഷെ നമ്മളതൊന്നും ചെയ്യാറില്ല അല്ലെ? ചെയ്യാറുണ്ടോ? അന്നന്ന് എടുക്കണമൊക്കെ പഠിക്കാറുണ്ടോ? പക്ഷെ അവര് പറഞ്ഞത് വളരെയധികം കറക്റ്റാ. ഇന്ന് പഠിക്കണം, അന്ന് തന്നെ പഠിച്ച് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്താൽ എന്താണ്, അത് സംഭവം മനസ്സിൽ പോവില്ല കേട്ടോ. അനുഭവം കൊണ്ട് പറയണേ. നമ്മളത് റിവൈസ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ നമ്മൾ തറവായിട്ട് പഠിക്കും. അത്രേ ഉള്ളൂ. എന്റെ പേര് ആതിര. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ഭാഗം ക്ലിയർ ആയെങ്കിൽ നമ്മള് OR എൻവയോൺമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. പറഞ്ഞത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഏത് തരത്തിലുള്ള സർജറി നടക്കുന്നു, എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്റർ, എന്താണ് അതിനെ പറയുന്നത്, മറ്റൊരു പേര് എന്തൊക്കെയാണ്, ആ അത്രയും ഭാഗങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പോർഷൻസിൽ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു OR എൻവയോൺമെന്റ് എങ്ങനെയാണ്. ജോബി പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട്? അതെന്താ 2 ടൈപ്സ് 3 ടൈപ്പ് അല്ലേ? മനസ്സിലായില്ലോ? സർജറീസ് റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ സർജറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ കീഹോൾ സർജറിയിലാണ് 2 ടൈപ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി നോക്കി OR environment. Operating rooms are germ-free environments. Operating rooms are germ-free environments. എന്താണ് പറയുന്നത്? ഓപ്പറേഷൻ റൂമുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? germ-free environment ആണ് അല്ലേ? അതായത് അണുവിമുക്തമായ അന്തരീക്ഷമായിരിക്കണം എന്ത്, ഒരു ഓപ്പറേഷൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. തിയേറ്റർ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അണുവിമുക്തമായിരിക്കണം, ജേം ഫ്രീ ആയിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ പോയിന്റ്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയോൺമെന്റ്സ്. ഓപ്പറേഷൻ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അണുവിമുക്തമാണ് അല്ലേ? ഇവിടെ യാതൊരു വിധത്തിലുള്ള ജേംസോ കാര്യങ്ങളോ ഒന്നും പാടുള്ളതല്ല. All personnel should wear protective clothes named scrubs. എന്താണ് പറയുന്നത്? All personnel should wear protective clothes named scrubs. നിങ്ങള് ഓപ്പറേഷൻ തിയേറ്റർ മനസ്സിൽ കൊണ്ടുവരാം. അവിടെ ഡോക്ടേഴ്സും നഴ്സുമാരും അവരുടെ വേഷവിധാനങ്ങൾ ഒന്ന് മനസ്സിലൊന്ന് വിചാരിച്ചു. ഓക്കെ, മനസ്സിൽ വന്നോ? യെസ്. ഓക്കെ, അവരിടുന്ന പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രപ്സ് എന്നാണ് അല്ലേ? ഏതൊക്കെയാണ്? അതിലേതൊക്കെ വരുന്നുണ്ട്? ഷൂ കവേഴ്സ്, ഗ്ലൗസസ്, masks, caps, eye shields, and other covering
ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജെംസ്. അപ്പൊ ഒരു OR എൻവയോൺമെന്റ്സിൽ എന്തൊക്കെയാണ് അവർ ധരിക്കുന്നത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ജെം ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്ലോത്ത്സുകളാണ് അവരവിടെ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് പറഞ്ഞേ? എന്തൊക്കെയാണ്? കുട്ടികളെ എന്തൊക്കെയാണ്? ആ ഷൂ കവർ, മാസ്ക്, ഐ ഷീൽഡ്സ്, ഓക്കെ, ക്യാപ്സ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ ധരിക്കുന്നത്? ഒരു ഓപ്പറേഷൻ റൂമിൽ ഇത്തരത്തിലുള്ള മാസ്കുകളും ഐ ഷീൽഡ്സുകളും ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം പ്രൊട്ടക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ജെർസിൽ നിന്ന് അല്ലെ അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ജെർസ് പാടില്ല, അണുക്കള് പാടില്ല. അപ്പൊ എന്താണ് സർജറി ചെയ്യുന്ന ആളും പേഷ്യൻസും എന്താണ് അവര് എന്താണ് ജെം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ തന്നെ ആയിരിക്കും ധരിക്കുന്നത്. അപ്പൊ അവരുടെ ശരീരം കൂടി എന്താണ് അതില് കുറച്ചുകൂടി എന്താണ് അവര് എന്താണ് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മെഷേഴ്സുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. ജെംസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തില് നമ്മള് ഷൂ കവറുകളും മാസ്കുകളും ക്യാപ്സും ഐ ഷീൽഡ്സും ഉപയോഗിക്കുന്നത് അല്ലെ. ഓക്കെ, the operating room should be luminous and the temperature should be very cool. എന്താണ്? Operating room should be luminous and the temperature should be very cool. എന്താണ് ലൂമിനസ് എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ കണ്ടിട്ടില്ലേ, ഭയങ്കര തിളക്കമാർന്ന റൂമായിരിക്കും, ലൈറ്റ്സും സംവിധാനങ്ങളൊക്കെ കൊണ്ട് എന്താണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് തന്നെ എന്താണ് ലൈറ്റ്സ് കൊണ്ട് ലൈറ്റ്സ് നമ്മുടെ തിളക്കമാർന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ വെരി കൂൾ ആയിരിക്കും അല്ലെ, തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കും. വെരി കൂളാവാൻ കാരണം എന്താണ്? എന്തുകൊണ്ടായിരിക്കും പറ്റി തണുത്ത അന്തരീക്ഷം ഉണ്ടാവാൻ കാരണം? വെരി ഗുഡ്. എന്താണ്? എയർ കണ്ടീഷണർ ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ റൂമുകളിൽ എന്താണ് എയർ കണ്ടീഷണർ ആയിരിക്കും. ഓപ്പറേഷൻ റൂമുകളില് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷണർ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം അല്ലെ. ഓപ്പറേഷൻ റൂമുകളില് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെ അണുബാധ തടയാനായിട്ട് അണുബാധ തടയുവാനായിട്ട് എയർ കണ്ടീഷൻ ചെയ്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതിനാൽ തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? കൂളായിരിക്കും അല്ലെ. തണുത്ത ടെമ്പറേച്ചർ ആയിരിക്കും ഓപ്പറേഷൻ റൂമിന്റെ എൻവയോൺമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് എന്താണ്? അപ്പോ ഓപ്പറേഷൻ റൂംസ് എങ്ങനെയുള്ള റൂംസുകളായിരിക്കണം എന്നാണ് പറയുന്നത്? ജെം ഫ്രീ എൻവയോൺമെന്റ്സ് ആയിരിക്കണം. ഓക്കെ, അണുവിമുക്തമായ ഒരു അന്തരീക്ഷമായിരിക്കണം OR റൂംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OR എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം പ്രിൻസിപ്പൽസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എന്തെല്ലാമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത്? സ്ക്രബ്സ്, മാസ്ക്, ഓക്കെ. ക്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ല, നിങ്ങൾക്ക് അറിയാവോ? റൗണ്ടിൽ ഇങ്ങനെ വെക്കുന്ന പച്ച കളറ്, നീല പച്ച കളറ് അല്ലേ? ഹോസ്പിറ്റൽ ഡ്രസ്സുകൾ നോട്ട് ചെയ്തിട്ടില്ലേ നിങ്ങള്? നിങ്ങളുടെ മനസ്സിലൊക്കെ അത് വന്നിട്ടുണ്ടാവും എനിക്കറിയാം. ലൂമിനസ് മീൻസ് തിളക്കമാർന്ന കേട്ടോ, തിളക്കമാർന്ന. ലൂമിനസ് മീൻസ് തിളക്കമാർന്ന, ബ്രൈറ്റ് ആയിട്ടുള്ള മീനിങ് കേട്ടോ. തിളക്കമുള്ള റൂംസ് ആയിരിക്കുള്ളൂ അല്ലെ. വളരെയധികം ലൈറ്റ് സംവിധാനങ്ങൾ കൂടുതലായിരിക്കും ഇവിടെ OR എൻവയോൺമെന്റിൽ കേട്ടോ. ഒരിക്കലും ഇരുട്ടായിട്ടുള്ള ഒരു മുറി ആയിരിക്കില്ല ഒരു OR റൂം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലൈറ്റ് സംവിധാനങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കും. വിവിധ തരത്തിലുള്ള ലൈറ്റുകളുണ്ട്, ഡിമായിട്ടുണ്ടാവും, ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. പലതരത്തില് ലൈറ്റ്സുകൾ നമുക്കറിയാം. നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ സർജറി ചെയ്യുന്നതിന്റെ മുകളിലായിട്ട് റൗണ്ടിൽ ഇങ്ങനെ പലതരത്തിലുള്ള ലൈറ്റ്സുകളാണ്, വട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങള്? നമ്മള് ടേബിൾ ഫാനിന്റെ ആകൃതിയില്
റൗണ്ടില് കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിങ്ങനെ ബ്രൈറ്റ് ആക്കാനും ആൻഡ് ലൈറ്റ്സിന്റെ കളർ നന്നായും എന്താണ് ബ്രൈറ്റ് ആക്കാനൊക്കെ സാധിക്കും. അങ്ങനെ അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന രീതിയിലായിരിക്കും സംവിധാനങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ എന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ ലൂമിനസ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് റൂംസ് ആയിരിക്കും. പിന്നെന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വെരി കൂൾ ആയിരിക്കും. ഓക്കെ, ഓപ്പറേഷൻ റൂംസ് ഷുഡ് ബി എയർ കണ്ടീഷണർ ടു എന്തിനു വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നത്? ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ. എന്താണ് പറയുന്നത്? ഓപ്പറേഷൻ റൂമുകളിലെ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സംവിധാനത്തിലൂടെയാണ് എന്ത് തടയുന്നത്? അണുബാധയെ തടയുന്നത് അല്ലെ? ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ OR എൻവയോൺമെന്റ് ഒരാളൊന്ന് പറഞ്ഞേ. കേട്ടോ, ഒരാളൊന്ന് പറഞ്ഞേ OR എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ജെയിം ഫ്രീ എൻവയോൺമെന്റ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ ഓപ്പറേഷൻ റൂമിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്സ്, സ്ക്രബ്സ്, ഷൂ കവേഴ്സ്, മാസ്ക്, ക്യാപ്സ്, പിന്നെ ഐ ഷീൽഡ്സ് അതൊക്കെ നമ്മൾ സ്പേം അല്ല ഈ ജേംസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് റൂമിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ്, ലൂമിനസ് ആയിട്ടുള്ള ലൈറ്റ്സ് ഉണ്ടാവും. പിന്നെ ടെമ്പറേച്ചർ വെരി കൂൾ ആയിരിക്കും. എയർ കണ്ടീഷൻ ആയിട്ടുള്ള റൂംസ് ആയിരിക്കും ഉള്ളത്. പിന്നെ അത് യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം ആണ് AC വരുന്നത്. അത് കാരണമാണ് AC കൂൾ അവിടെ റൂം ഓപ്പറേഷൻ റൂം കൂൾ ആയിട്ടിരിക്കുക. കേട്ടോ, അപ്പൊ ഇത് ജെം ഫ്രീ ആയിരിക്കണം എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഒരു OR എൻവയോൺമെന്റ് ജെം ഫ്രീ ആയിരിക്കുന്നത് പറയാൻ കാരണം? ഒരു തരത്തിലും എന്താണ് ഇൻഫെക്ഷൻസ് രോഗിക്കോ അതിൽ പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന ആർക്കും തന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടായിരിക്കാൻ പാടില്ല അല്ലെ? ഇതില് എന്താണെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അത് നമുക്കത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഏതൊരു പ്രോസസ് ആണെങ്കിലും ആ ഒരു ഇൻഫെക്ഷൻ ഏരിയ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അത് പെട്ടെന്ന് തന്നെ അവിടെ കണ്ടുപിടിക്കാനും സാധിക്കും കേട്ടോ. എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ OR എൻവയോൺമെന്റ്സിൽ അത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും ചിട്ടപ്പെടുത്തിയിട്ടുണ്ടാവും കേട്ടോ. അതിനുപോലെ തന്നെ എന്താണ് അത് വാഷ് ചെയ്യുമ്പോൾ അത് കെയർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് ഒരു OR എൻവയോൺമെന്റ് സാനിറ്റൈസ് റൂം തന്നെ എന്താണ് പ്രത്യേകം ക്ലീനിങ് സെക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകം ക്ലീൻ ചെയ്യാനായിട്ട് തന്നെ വർക്കേഴ്സ് ഉണ്ടായിരിക്കുന്നു. വ്യക്തമായിട്ടും വളരെ വളരെ ക്ലീൻ ആയിട്ടുമായിരിക്കും അത്തരത്തിലൂടെ എൻവയോൺമെന്റ് അവര് നോക്കിക്കൊണ്ടു പോകുന്നത്. എന്താണ് ബാക്കി റൂംസുകൾ ക്ലീൻ ചെയ്യുന്നത് പോലെയല്ല OR എൻവയോൺമെന്റ് ക്ലീൻ ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. അപ്പൊ എന്താണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അത് വാഷ് ചെയ്യുന്ന തരത്തിലുള്ള എന്താണ് ഡിറ്റർജൻസുകളും അതുപോലെ തന്നെ അവിടെ അത്യാവശ്യമായിട്ട് വേണ്ട എന്തെല്ലാം രീതിയിലുള്ള ക്ലിയർ ആണ് കൊടുക്കുന്നത്, എന്തെല്ലാം രീതിയിലുള്ള ആ റൂം എങ്ങനെ ക്ലിയർ ചെയ്യണം, എങ്ങനെ അത് വൃത്തിയാക്കണം എന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് OR എൻവയോൺമെന്റ് ക്ലിയർ ചെയ്യുന്നത്. വേണ്ടിയിട്ട് പ്രത്യേകം വർക്കേഴ്സ് പ്രത്യേകമായിട്ട് ചെയ്യുന്നവര് പ്രത്യേകം അതായത് വൃത്തിയാക്കുന്നവര് അതെന്താ നമ്മൾ പറയുന്നത് ക്ലീനേഴ്സ് അല്ലെ? പ്രത്യേകം ക്ലീൻ ചെയ്യുന്നവരെ പ്രത്യേകം നിയമിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ചില ഹോസ്പിറ്റലുകൾ അങ്ങനെയാണ്, ചിലയിടത്ത് എങ്ങനെയാണ് അങ്ങനെയില്ല, ചെയ്യുന്നവരെന്നെ ഉണ്ടാവായിരിക്കാം. ചില സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടാവും, അവിടെ എന്താണ് ഭയങ്കര പ്രത്യേക കെയറുകളായിരിക്കും ഓപ്പറേഷൻ റൂംസിനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇൻട്രൊഡക്ഷനും OR എൻവയോൺമെന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്നുള്ളത് ടീച്ചറോട് പറയണം കേട്ടോ. സ്പീഡ് കൂടുതലാണെങ്കിൽ പറയാ, ക്ലിയർ ആവുന്നില്ലെങ്കിലൊക്കെ പറയണം കേട്ടോ. ഓക്കെ, മലയാളത്തിൽ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നത് നമ്മളുടെ ഈ കൂട്ടത്തില് എന്താണ് എല്ലാവർക്കും ഒരേപോലെ ഇംഗ്ലീഷിൽ പറഞ്ഞു മനസ്സിലാവണമെന്നുണ്ടാവില്ല അല്ലെ? എല്ലാവരും ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിലേക്ക്. ഒക്കെ എന്തായാലും മലയാളം അല്ലേ? ഏത് ഭാഷയിൽ ഇംഗ്ലീഷ് ടീച്ചർ പറയുന്നുണ്ടല്ലോ, ഏത് ഭാഷയാണ് മലയാളത്തിൽ പറഞ്ഞ നമ്മള് മലയാളികളാണല്ലേ? പെട്ടെന്ന് മനസ്സിലായി. ഒരു ഡൗട്ട് ഉണ്ടോ മാട്ടെ? എന്താണെന്ന് ചോദിച്ചോ.
മാറ്റിപ്പോയാ ചോദിച്ചോളൂ. എക്സ്പെൻസ് എടുത്തിട്ടില്ലല്ലോ മാർക്കിന്. നമ്മളത് അടുത്ത ടോപ്പിക്കിലല്ലേ, അടുത്ത ക്ലാസ്സിൽ പറയാട്ടാ. അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇപ്പൊ എൻവയോൺമെന്റ് വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് വെക്കാം. അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. കീഹോൾ ഹൗ മെനി ടൈപ്സ്? 2 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ബേസിക് ലാപ്രോസ്കോപ്പിക് സർജറി, അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി. ആദ്യം മുതൽ ശ്രദ്ധിച്ചിരിക്കണോട്ടാ മാർട്ടിൻ, പിന്നെ നമുക്ക് ഇടക്കിടക്ക് മറന്നു പോവില്ല. ഓക്കെ, നമുക്ക് വേറെ സംശയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ലീവ് ചെയ്യാം കേട്ടോ. ലാപ്രോസ്കോപ്പിയിൽ 2 തരം ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞില്ലേ? ബേസിക് ലാപ്രോസ്കോപ്പിയിൽ വരുന്ന നമ്മുടെ അപ്പൻഡിക്സിനുള്ള സർജറികൾ, അതുപോലെ തന്നെ ഹെർണിയ, ഹിപ്റ്റസെൻജി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക് ലാപ്രോസ്കോപ്പി സർജറിയിൽ വരുന്നത്. അഡ്വാൻസ്ഡ് വരുന്നതിലാണ് ക്യാൻസറുകൾ, വയറിനുള്ളിലെ ക്യാൻസർ, അങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് അഡ്വാൻസ്ഡ് ലാപ്രോസ്കോപ്പിക് സർജറി വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ 2 സർജറി നമ്മൾ പറഞ്ഞല്ലോ. റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണ്? കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ട് നടത്തുന്ന പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞു കേട്ടോ. നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി, ഇതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. ഓക്കെ, താങ്ക് യു.